ലാലേട്ടൻ അനീഷിനോട് അനിമോളോടുള്ള സ്നേഹത്തിനെ കുറിച്ച് ചോദിച്ച്, അനീഷ് ഇത് പ്രാങ്കാണോ അനീഷ് എന്ന് ചോദിച്ചു. അപ്പം വന്ന് അല്ലല്ല ലാലേട്ടാ, പ്രാങ്കല്ല, എനിക്കങ്ങനെ ഒരു ഫീല് തോന്നി, ഞാനത് പറഞ്ഞു. അപ്പം ലാലേട്ടൻ പറഞ്ഞ്, അങ്ങനെ പറയുന്നതിന് എന്താ തെറ്റ് എന്ന് പറയലും എല്ലാ മത്സരാർത്ഥികളും ഞങ്ങൾ കൂടെയുണ്ട്, അനീഷ് എന്ന അക്ബറും എല്ലാവരും പറയുന്നുണ്ട്, നിവിനും ഒക്കെ. അപ്പം ലാലേട്ടൻ പറയണ്, പ്രണയം അങ്ങനെയാണ്, എൻ്റെ പ്രണയം നിനക്ക് നിഷേധിക്കാൻ പറ്റുന്നില്ല എന്നാണ്, വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്താൽ മതി, പക്ഷെ അതൊരിക്കലും നിഷേധിക്കാൻ പറ്റില്ല. അപ്പം ലാലേട്ടൻ എടുത്തു വയ്ക്കുന്ന, അങ്ങയുടെ മനസ്സിൽ അനുമോളോട് സ്നേഹമാണോ പ്രണയമാണോ അനുകമ്പയാണോ എന്താണ് എന്ന് തുറന്നു പറയാൻ പറയുന്നു. അപ്പോൾ അനീഷ് പറഞ്ഞ, ലാലേട്ടൻ പറഞ്ഞ എല്ലാം കൂടെ ഉള്ള ഒരു വികാരമാണ് എനിക്ക് അനുമോളോട് തോന്നിയത്, അത് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു. അപ്പം ലാലേട്ടൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമായല്ലേ എന്ന് ചോദിക്കും. അപ്പം ലാലേട്ടൻ ചോദിക്കണം, അതാണല്ലേ ചപ്പാത്തി മാറ്റി വെക്കുക, അനിമോളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. അപ്പം ലാലേട്ടൻ പറഞ്ഞു, അതങ്ങനെ വേണം, നമ്മളുടെ കൂടെ ഉള്ള ഒരാളെ ബഹുമാനിക്കുക, അയാളെ അക്സെപ്റ്റ് ചെയ്യുക, അത് നല്ല കാര്യമാണെന്ന് പറയുന്നു. ലാലേട്ടൻ പറയാണ്, ഞാൻ പല സമയത്തും കണ്ടിട്ടുണ്ട് അനിമോൾ അടുത്ത് വരുമ്പോൾ അനീഷ് എണീറ്റ് പോകുന്നത്, ഒരുപക്ഷെ അനിമോളിൽ ലയിച്ചു പോകുന്നത് കൊണ്ടായിരിക്കും അനീഷ് എണീറ്റ് പോകുന്നത്. അങ്ങനാണോ അനീഷ് എന്ന് ചോദിക്കുന്നത് അനീഷിനോട്. അനീഷ് ആദ്യം അലിഞ്ഞത് എപ്പോഴാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അനീഷ് പറഞ്ഞ്, ഞങ്ങൾ കിടക്കുന്നത് തന്നെ അടുത്തടുത്താണ്. അപ്പം പെട്ടെന്ന് അനിമോള, ഞങ്ങൾ അടുത്തടുത്ത കട്ടിലേലാണ്. അപ്പം ഷാനവാസും എല്ലാം കിടന്ന് ചിരിച്ചു പറഞ്ഞ്, എനിക്കറിയില്ല ലാലേട്ട, അതെങ്ങനെയാണ് പറഞ്ഞു തരണ്ടേന്ന്. ലാലേട്ടൻ പറഞ്ഞു, ഒരു മറുപടി കിട്ടാഞ്ഞപ്പോൾ അനീഷ് ഇറങ്ങിപ്പോകുന്ന കണ്ട്, അങ്ങനെ ഇറങ്ങിപ്പോകാൻ പാടില്ല. നമ്മൾ എപ്പോഴും ഒരു കാര്യം ചോദിച്ചാൽ അപ്പുറത്ത് നിൽക്കുന്ന ആളിന് ആ സാഹചര്യത്തിൽ പറയാൻ പറ്റുമോ എന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു സ്ത്രീയോടും കൂടാണ് ചോദിച്ചതെന്ന് നമ്മൾ ഓർക്കണം. അവർക്കാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനുണ്ടാവും, ഉടനെ ഒരു മറുപടി പറയാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അവരുടെ മറുപടിക്കായിട്ട് അവർക്ക് സമയം കൊടുക്കണം. അപ്പം പ്രണയം തുറന്നു പറയുമ്പോൾ ഉടനെ എസ് എന്ന് നോ എന്നൊന്നും ചിലവർക്ക് പറയാൻ പറ്റില്ല കേട്ടോ അനീഷ് എന്ന് പറയുന്നത്. എന്നിട്ട് ലാലേട്ടൻ പറയും, എനിക്കതിനെക്കുറിച്ച് ശരിക്കും അറിയത്തില്ല, നമ്മളാരും പ്രണയിക്കാനില്ലായിരുന്നെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ കണ്ടസ്റ്റൻസ് ചിരിക്കുന്നുണ്ട്, എന്നിട്ട് എല്ലാവരും കൂടെ കൂവുന്നു. അതാണ് ഇന്നലെ നടന്നത്.